ഷിഗല്ല ഭീതി തുടരുകയാണ്. ഓരോ ദിവസവും കൂടുതൽ കേസുകൾ, ഷിഗല്ല രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വെള്ളത്തിൽ ഷിഗല്ല ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നിതാ മലപ്പുറം തിരൂരങ്ങാടിയിൽ ഇളനീർ പാർലർ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അടപ്പിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുൻപ് കടയിൽ നിന്നും ശേഖരിച്ച വെള്ളത്തിലാണ് ഷിഗല്ല ബാക്ടീരിയയെ കണ്ടെത്തിയത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഇപ്പോൾ എവിടെയുള്ള ഒരു പാർലറിലാണ് ഇങ്ങനെ ഒരു ഷിഗല്ല സാന്നിധ്യം കണ്ടെത്തിയത്? 2 ആഴ്ച മുൻപാണ് എന്ന് പറയുന്നപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുഴുവൻ ഈ പാർലർ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാകണം എന്നുകൂടി മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ പ്രതിരോധ നടപടികൾ? ദിവ്യ, അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ മഴക്കാലമാകുമ്പോൾ റാൻഡം പരിശോധനകൾ നടത്താറുണ്ട്. മാത്രമല്ല, ഇപ്പം ഷിഗല്ല സ്ഥിരീകരിച്ചൊരു സാഹചര്യമുണ്ട്. നേരത്തെ മലപ്പുറം കീഴാറ്റൂർ സ്വദേശിനി മരണപ്പെട്ടിരുന്നവർക്ക് മരണത്തിന് ശേഷം അവരുടെ പരിശോധനാ ഫലത്തിൽ ഷിഗല്ലയാണെന്ന് കണ്ടെത്തുകയും ചെയ്തതിന് പശ്ചാത്തലത്തിൽ ഈ പരിശോധന വളരെ കർശനമാക്കിയിരുന്നു. അങ്ങനെ 2 ഘട്ടങ്ങളിലായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 600ഓളം ഭക്ഷണശാലകളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തി. അതിൽ ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള വെള്ളത്തിലാണ് ഷിഗല്ലയുടെ അംശം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ പരിശോധന ഫലമാണ് ഇപ്പോൾ ഇന്നലെ പുറത്തു വന്നത്. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഇത് പരിശോധനയ്ക്ക് അയച്ചിരുന്നത്, കോഴിക്കോട്ടേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. അതിനുശേഷം അതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് അതിൽ ഷിഗല്ല ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അതേസമയം തന്നെ ഈ കട അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കടയിൽ ഭക്ഷണം പാകം ചെയ്തിരുന്ന വെള്ളത്തിനല്ല ഈ ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതായത് ഇവർ പാത്രവും മറ്റും കഴുകാനൊക്കെ ഉപയോഗിച്ചിരുന്ന സമീപത്തെ കിണറിലെ വെള്ളത്തിൽ നിന്നാണ് ഈ ഷിഗല്ലയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണം കഴിച്ചവർക്കോ കുടിച്ചവർക്കൊന്നും തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ കിണറിൽ നിന്നുള്ള ഉപയോഗിച്ച വെള്ളത്തിലാണ് ഇത്തരം ഷിഗല്ലയുടെ അംശം കണ്ടെത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കിണറിൽ നിന്ന് മറ്റാരെങ്കിലും വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യം പരിശോധിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് 600ഓളം പരിശോധനകൾ നടത്തിയതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഷിഗല്ലയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ലെങ്കിലും ഈ മേഖലയിൽ ജാഗ്രത തുടരണമെന്നുള്ള കാര്യം കൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരി, അതാണ്. വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. കാരണം അതിശക്തമായ മഴയാണ്, വൃത്തിഹീനമായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ പുറത്തുനിന്ന് ഇതുപോലെ പാർലറിലൊക്കെ പോയി നമ്മൾ ജ്യൂസും മറ്റ് പാനീയങ്ങളൊക്കെ കുടിക്കുമ്പോൾ സൂക്ഷിക്കുക. ഇതുപോലെ പലയിടങ്ങളിലും പരിശോധന നടത്തുമ്പോൾ അവിടെയൊക്കെ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ കഴിയുമെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇതുപോലെയുള്ള അസുഖങ്ങളെ തടയാൻ കഴിയും എന്നതാണ് പറയേണ്ടത്.